ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവരുടെ പണം വാങ്ങി ധൂർത്തടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പലപ്പോഴും നീയും പങ്കുവച്ചിട്ടില്ലേ? ആ നിലയ്ക്ക് അമ്മയുടെ വാക്ക് നിനക്കും കൊള്ളേണ്ടതല്ലേ? നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? വന്ദനയുടെ തലയണ മന്ത്രത്തെക്കാൾ ശക്തി ആനന്ദവല്ലി ചേച്ചിയുടെ സമ്മർദ്ദത്തിനും ശുപാർശയ്ക്കും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണതെല്ലാം ചെയ്യിച്ചതെന്ന് നല്ല ഭംഗിയായി തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റി. എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു എന്ന് ചോദിച്ച് ജഗൻ എന്റെ മുന്നിൽ വന്ന് കൊച്ചു കുട്ടികളെപ്പോലെ കരഞ്ഞു. ആ കരച്ചിൽ കണ്ട് നെഞ്ചു പിടഞ്ഞിട്ടാ ഞാനും ഇവിടെ വന്നിരുന്ന് സങ്കടപ്പെട്ടത്. അല്ലാതെ വന്ദനയുടെ കുതന്ത്രം കേട്ടിട്ടൊന്നും അല്ല. കേട്ടോടി, മേലിൽ എന്റെ മകനെ കുറിച്ചൊരു വാക്കുപോലും മറ്റാരും ഇവിടെ മിണ്ടിപ്പോരുത്. മിണ്ടിയാൽ ഈ കുറിപ്പിന്റെ മറ്റൊരു മുഖം എല്ലാവരും കാണും. അന്ന് ആന പിടിച്ചാൽ പോലും ഈ കുറിപ്പിനെ നിയന്ത്രിക്കാനാവില്ല. ഓർത്തോ? മനസ്സിലായോടി? എടി വിദ്യേ, അച്ഛൻ ഇപ്പൊ തന്നത് സാമ്പിള് മാത്രം. ഇനി തരുന്നതേ വെടിക്കെട്ടായിരിക്കും, വെടിക്കെട്ട്. അത് താങ്ങാനുള്ള ആരോഗ്യം ഈ ഞാഞ്ഞൂല് പോലുള്ള ശരീരത്തിന് കാണില്ല. എടി പെണ്ണേ, നിർത്തിക്കോ നീ. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. അതെ, ആനന്ദവല്ലിയപ്പച്ചയ്ക്ക് ബോഡി ഹീറ്റ് ആണെന്നറിയാം. കുടിക്കാൻ തണുത്ത മോരെന്തെങ്കിലും എടുക്കട്ടെ? ഓ പോയി. കിട്ടേണ്ടത് കിട്ടിയപ്പോ എന്ത് സുഖം. വിദ്യേ, ചെറ്റത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടാൻ അപ്പച്ചിയും തല്ലുകൊള്ളാൻ ഞാനും. എനിക്കിനി അപ്പച്ചിയുടെ പുറകെ നടക്കാൻ കഴിയില്ല. മതിയായ എനിക്ക്. മനോജ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഉദ്ദേശം ഒന്നേ ഉള്ളൂ. എന്റെ ഹരിതക്കുട്ടിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. നമ്മൾ പ്രേമിച്ചതിനേക്കാൾ കൂടുതൽ. പ്രേമം മണ്ണം കെട്ട. നിന്റെ പ്രേമവും സ്നേഹവും ഒക്കെ എനിക്കിപ്പോ വീർപ്പുമുട്ടലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഹരിത, നീ പറയുന്നത്? നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവളെ ഈ ഹരിത. നിന്റെ ചക്കരേ തേനേ പാലെന്നുള്ള വിളി കേട്ട് നിന്റെ പഞ്ചാര പ്രേമത്തിൽ വീണ് വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചവളായി ഞാൻ. അതിന് നിനക്കിവിടെ എന്തിനു കുറവാ? നിന്നെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നില്ലേ? എടാ മരക്കഴുതേ, സ്നേഹം ഉരുട്ടി തിന്ന് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പോഴേ കിച്ചൺ രണ്ട് പാചകവും. മൂന്നാമതൊരു പാചകം തുടങ്ങാൻ അധികം നേരമൊന്നും വേണ്ടി വരില്ല. കൊരിതോ, നീ ഉടനെ ഒരു ജോലി കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. ആനന്ദവല്ലിയപ്പച്ചി ഉള്ളിടത്തോളം നീ അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞിട്ട്? അതിന് ആര് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നേന്ന്? പിന്നെ ഞാൻ വല്ല ഗൾഫ് കൺട്രിയിലും പോയി ജോലി എടുത്ത് ഒറ്റയ്ക്ക് മനസമാധാനത്തോടെ ജീവിക്കും. അല്ല ഹരിതേ, അപ്പം ഞാനോ? നീ എന്റെ കാര്യം മറന്നോ? മറക്കാതിരിക്കണമെങ്കിൽ ഉടനെ കൊള്ളാവുന്ന വല്ല ജോലിയും കണ്ടെത്തണം. നാളെ തന്നെ അതിനുള്ള പരിശ്രമം ഞാൻ തുടങ്ങും. സത്യം. എനിക്കങ്ങോട്ട് വരാവോ? അതിനെന്താ, വാമേ. എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ. എന്താ അമ്മേ? എനിക്ക് കുറച്ച് രൂപ വേണമായിരുന്നു.
അമ്മ, എന്റെ കയ്യിൽ എവിടുന്ന അമ്മ പണം? എനിക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാന്ന് അമ്മയ്ക്ക് അറിയാലോ. വീട്ടു ചെലവിനുള്ള കുറച്ച് കാശ് പ്രകാശം തരുന്നുണ്ട്. ബാക്കി പണം മാധവേട്ടനല്ലേ ചെലവാക്കിയിരുന്നത്. പണിയൊന്നുമില്ലാത്ത മാധവേട്ടന്റെ കയ്യിലിപ്പോ അതിനുള്ള പണമില്ല. ആ അവസ്ഥ നീയും മനസ്സിലാക്കണ്ടേ? നിനക്ക് പണം തന്ന് സഹായിച്ചതിന്റെ വൈരാഗ്യമൊക്കെ പ്രകാശിന് ഇപ്പോഴും ഉണ്ടെന്ന് നിനക്കറിയാലോ. ചെലവിന് തരുന്ന രൂപ കഴിച്ച് 1 രൂപ പോലും അവന്റെ ഇന്ന് കടം വാങ്ങാൻ പറ്റില്ല. ആ സാഹചര്യം മനസ്സിലാക്കിയെങ്കിലും എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ നിനക്ക്? അച്ഛനമ്മമാരെ ദ്രോഹിച്ച ചരിത്രം അല്ലാതെ ഒരു നയാ പൈസയ്ക്ക് പോലും സഹായിച്ച ചരിത്രം ഉണ്ടോ നിനക്ക്? 2 ആൺമക്കളെ പ്രസവിച്ച എനിക്ക് അവരെ ഓർത്ത് അഭിമാനിക്കാനല്ല, നിരാശപ്പെടാനാ വിധി. അമ്മ, മോനെ, ഇത്രയും നാളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് ഗതിയില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ട്. ഹരിതേ, നിന്റെ കയ്യില് കുറച്ച് പണം കടം തരാൻ കാണൂ? അമ്മ പറഞ്ഞു കേട്ട് നിനക്കൊരു വിഷമം തോന്നിയില്ലേ? എന്തിനു തോന്നണം? അമ്മ പറഞ്ഞത് സത്യമല്ലേ? ഞാൻ അവരുടെ പണം വാങ്ങി ദൂർത്തടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പലപ്പോഴും നീയും പങ്കുവച്ചിട്ടില്ലേ? ആ നിലയ്ക്ക് അമ്മയുടെ വാക്ക് നിനക്കും കൊള്ളേണ്ടതല്ലേ? നോണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഭർത്താവിന്റെ പൈസയുടെ പങ്ക് പറ്റിയെന്ന് പോലും. ഹരിതേ, അമ്മയ്ക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണമെന്നുണ്ട്. കടമായിട്ട് തന്നാ മതി, ഞാനത് തിരിച്ചു തന്നോളാം. പ്ലീസ്. അമ്മ, എന്താ? മാനത്തെ കൊട്ട